ഭാവന ബൈബിൾ 66 മാർബിൾ ശിലകളാൽ പടുത്തുയർത്തിയ ഒരു മനോഹരമായ ഹർമ്മ്യത്തോടാണ് ബൈബിളിനെ ഒരു ഭക്തൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഈ മഹാഹർമ്മ്യത്തിൽ അഥവാ മാളികയിലേക്ക് ആദ്യമായി നാം പ്രവേശിക്കുന്നത് 5 മണ്ഡപങ്ങളുള്ള പൂമുഖത്തുകൂടിയാണ്. ആ 5 മണ്ഡപങ്ങളാകുന്നു ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അതായത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. ഈ പൂമുഖത്തുള്ള 5 മണ്ഡപങ്ങളിൽ നിന്ന് നാം ഇനി പോകുന്നത് ഈ മാളികയിലെ ചിത്രശാലയിലേക്കാണ്. അവിടെ നാം കാണുന്നത് യുദ്ധസ്ഥലങ്ങളുടെ ചിത്രം, വീരപരാക്രമശാലികളുടെ ചിത്രം, യോദ്ധാക്കൾ, ന്യായാധിപന്മാർ, രാജാക്കന്മാരുടെ ചിത്രങ്ങൾ, രാജ്യതന്ത്രജ്ഞന്മാർ, അവരുടെ യുദ്ധങ്ങളുടെ ചിത്രങ്ങൾ എന്നിവയെല്ലാം ആ ചിത്രശാലയിൽ നമുക്ക് കാണുവാൻ കഴിയും. അതായത് യോശുവ മുതൽ എസ്തേർ വരെയുള്ള പുസ്തകങ്ങൾ. ഇതെല്ലാം കാണുന്നത് നിങ്ങൾക്ക് ഏറെ സന്തോഷകരമായിരിക്കുമല്ലേ? ഈ ചിത്രശാലയിൽ നിന്നും അടുത്തതായി നമ്മൾ പോകുന്നത് തത്വജ്ഞാനിയുടെ മുറിയിലേക്കാണ്. അവിടെ ആരാണ് ഈ തത്വജ്ഞാനി? വാനശാസ്ത്രജ്ഞനും മഹാചിന്തകനും മഹാധനികനും മഹാഭക്തനുമായ ഇയ്യോബാണത്. ഇയ്യോബിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ അറിയാം, ഇയ്യോബിന്റെ ജ്ഞാനം. ദൈവം ഇയ്യോബിനോട് ചോദിച്ചതായ ചോദ്യങ്ങൾ ഈ ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് തത്വജ്ഞാനത്തിന്റെ മുറിയെന്ന് നമുക്ക് പറയുവാൻ കഴിയും. 4-ാമത്തെ മുറിയിലേക്കാണ് നാം ഇനി പോകുന്നത്. സംഗീത മുറിയാണത്. 150 സങ്കീർത്തനങ്ങൾ അടങ്ങിയ സംഗീത ഗാന പുസ്തകം നമുക്കവിടെ കാണുവാൻ സാധിക്കും. നമുക്ക് അവിടെ തന്നെ നിന്നാൽ ബാക്കിയുള്ള കാഴ്ചകളൊന്നും കാണുവാൻ സാധിക്കുകയില്ല. വരൂ, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം. പോകുന്നത് വ്യാപാര ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഓഫീസ് റൂമിലേക്കാണ്. അവിടെ എന്താണ് നടക്കുന്നത്? യഹോവ ഭക്തി ജീവിക്കാൻ ആവശ്യമായ ഉപദേശങ്ങളാണ്. അതാണ് സദൃശ്യവാക്യങ്ങൾ. അവിടെ നിന്നും നാം പ്രവേശിക്കുന്നത് ഒരു ചാപ്പൽ മുറിയിലേക്കാണ്. എല്ലാ വീടുകളിലും കാണുമല്ലോ ഒരു ചെറിയ പ്രാർത്ഥനാ മുറി. അതുപോലെ 66 പുസ്തകങ്ങളാകുന്ന ഈ മാളികയിലെ ചാപ്പൽ മുറിയാണിത്. അവിടെ നിന്ന് കേൾക്കുന്നത് പ്രസംഗമല്ലേ? അതെ, ഏതു കാലത്തും കേൾക്കേണ്ടതായ പ്രസംഗം തന്നെ. കാലഘട്ടം ഏതുമാകട്ടെ, മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതായ പ്രഭാഷണം, എല്ലാത്തിൻ്റെയും സാരം ഗ്രഹിച്ചുകൊള്ളുവിനെന്ന ആഹ്വാനമാണ് സഭാപ്രസംഗി ചാപ്പൽ മുറിയിൽ നിന്ന് നമ്മോട് പറയുന്നത്. ദേ നോക്കിയേ, അടുത്ത മുറി ഒരു മണിയറയല്ലേ അത്? അതെ, 2 പേർ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, പ്രിയനും പ്രിയയും. ഉത്തമ ഗീതമാണ് നാം അവിടെ കാണുന്നത്. വാ, നമുക്കിനി അടുത്ത മുറികളെല്ലാം കാണാം. ഓഹോ, ഇതൊരു നക്ഷത്ര ബംഗ്ലാവാണല്ലോ. കുറേയേറെ നിരീക്ഷകന്മാരെ നമുക്കവിടെ കാണുവാൻ കഴിയും. ദൂരദർശിനിയിലൂടെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന സകല കാര്യങ്ങളും വിളിച്ചു പറയുന്ന യെശയ്യാവ് മുതൽ മലാക്കി വരെയുള്ള ദൈവത്തിന്റെ ദർശകന്മാരാണവർ. പ്രിയരെ, ഇനിയും നാം കാണുവാൻ പോകുന്നത് രാജാവിന്റെ സന്ദർശന മുറിയാണ്. അവിടെ ആ രാജാവിന്റെ 4 ചതുർമുഖ ഛായാചിത്രം 4 ചുവരുകളിലായി കാണുവാൻ കഴിയും. അതാണ് മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള 4 സുവിശേഷങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഒരു വലിയ വിവരണം തന്നെ ഈ ഛായാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. മത്തായി യേശുക്രിസ്തുവിനെ രാജാവെന്ന് പറയുമ്പോൾ മർക്കോസ് ക്രിസ്തുയേശുവിനെ ദാസനെന്ന് ചിത്രീകരിച്ചിരിക്കുന്നു. ലൂക്കോസ് യേശുവിനെ ഒരു പൂർണ്ണ മനുഷ്യനായി വരച്ചു കാണിച്ചു. യോഹന്നാനാകട്ടെ യേശുക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത മുറികളൊക്കെ കാണാം. നോക്കിയേ, ഇതൊരു ഊർജകേന്ദ്രശാലയാണല്ലോ. ഹോ, അതിശയമായിരിക്കുന്നു. ഇവിടെയാണല്ലോ യേശുക്രിസ്തുവിന്റെ വാഗ്ദാനം പോലെ ആ ശക്തി ഇറങ്ങി വന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ പോലെ
പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവിടെ കൂടിയിരുന്നവർ ശക്തിപ്പെട്ടു ക്രിസ്തുവിന്റെ സാക്ഷികളായി തീർന്നു. അടുത്തതായി നാം പ്രവേശിക്കുന്നത് ഒരു എഴുത്തുകുത്തു മുറിയിലേക്കാണ്. അവിടെ ആരാണ് എഴുത്തുകാർ? അതെ, പൗലോസ്, കർത്താവിന്റെ സഹോദരനായ യാക്കോബ്, പത്രോസ്, അപ്പോസ്തലനായ യോഹന്നാൻ, കർത്താവിന്റെ സഹോദരൻ യൂദ എന്ന എഴുത്തുകാരെയാണ് നാം അവിടെ കാണുന്നത്. റോമാലേഖനം മുതൽ യൂദ വരെ ആകെ 21 ലേഖനങ്ങൾ. അവിടെ നിന്നും ഒടുവിലത്തെ മുറിയിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഇത് ഒരു രാജാവിന്റെ സിംഹാസന മുറിയാണ്. അതാണ് വെളിപ്പാട് പുസ്തകം. 46 പ്രാവശ്യം സിംഹാസനം എന്ന പദം അവിടെ കാണുവാൻ സാധിക്കും. പ്രിയരെ, നമ്മുടെ രാജാവായ യേശുക്രിസ്തുവിന്റെ സിംഹാസന മുറിയിൽ തന്നെ നമുക്ക് ഏവർക്കും ഒരു സ്ഥാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.